ഹലോ ഫ്രണ്ട്സ്, വേദിയുടെയും വിക്രമിൻ്റെയും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛനോടൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കുകയായിരിക്കും വേദ. ആ സമയം എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുമായിരിക്കും. വേദയ്ക്ക് മാത്രം കൊടുക്കാൻ ഗിഫ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു സങ്കടമൊക്കെ ഇങ്ങനെ കാണിക്കുകയായിരിക്കും മുഖത്ത്. ആ സമയം വർഷ പറയും, എന്താ പറ്റി വേദ, ഗിഫ്റ്റൊന്നും കൊടുക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണോ? ഈ സമയം അച്ഛനാണെങ്കിലും പറയുമായിരിക്കും വേദയെ ചേർത്ത് നിർത്തിയിട്ട്, എനിക്ക് ഇതല്ലേ ഏറ്റവും വലിയ ഗിഫ്റ്റ്, എൻ്റെ മോള് തിരിച്ചു വന്നല്ലോ, അതിൽ കൂടുതൽ വേറെ എന്ത് ഗിഫ്റ്റാണ് എനിക്ക് ഈ ഒരു സന്തോഷ ദിനത്തിൽ വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ വേദയാണെങ്കിലും ഒന്ന് ചിരിച്ചുകൊണ്ടിങ്ങനെ അച്ഛനോട് ചേർന്ന് നിൽക്കുകയായിരിക്കും. എന്നിട്ട് പിന്നെ മുത്തശ്ശിയാണെങ്കിലും ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പൂജാ റൂമിലേക്ക് പോവുമായിരിക്കും. എന്നിട്ട് അവിടുന്ന് നല്ലപോലെ പ്രാർത്ഥിച്ച് പ്രസാദം എടുത്തുകൊണ്ട് വന്നിട്ട് പറയുമായിരിക്കും, ഞാനും വേദയും രാവിലെ നേരത്തെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, വഴിപാടും കഴിച്ചു, അതിൻ്റെ പ്രസാദമാണ് എന്ന് പറഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് പറയും, നീ തന്നെ ഇത് എല്ലാവർക്കും തൊട്ട് കൊടുക്കും മോനെ എന്ന് പറയും. അപ്പോൾ അച്ഛനാണെങ്കിൽ എല്ലാവർക്കും തൊട്ട് കൊടുക്കും, അനുഗ്രഹം കൊടുക്കും, എല്ലാം ചെയ്യുന്നുണ്ടാവേ. എന്നിട്ട് പിന്നെ വേദയാണെങ്കിലും അനുഗ്രഹം കിട്ടുന്ന സമയത്ത് പറയും, അച്ഛൻ എന്നെ സുമംഗലിയായി ഇരിക്കട്ടെ എന്ന് മാത്രം അനുഗ്രഹിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഒന്ന് അന്തം വിടുമായിരിക്കും കേട്ടോ. എന്നിട്ട് മുത്തശ്ശിയാണെങ്കിലും പറയുമായിരിക്കും, അതിനെന്താ മോനെ, നല്ലൊരു കാര്യമല്ലേ, അവൾ എപ്പോഴും നല്ല സന്തോഷമായി ഇരിക്കണം എന്നല്ലേ നമ്മുടെ ആഗ്രഹം, അങ്ങനെ തന്നെ പറയൂ, അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അച്ഛനാണെങ്കിലും എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അനുഗ്രഹിക്കുക, എന്നും സുമംഗലി ഭവ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയായിരിക്കും അച്ഛനാണെങ്കിൽ. അപ്പോൾ വേദയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുമായിരിക്കേ. എന്നിട്ട് വേദ പറയും, ഞാനൊരു ഗിഫ്റ്റ് എടുത്തിട്ട് വരാം, ഞാൻ അച്ഛൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു, ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു 10 ലക്ഷം ഉണ്ടല്ലോ വിക്രമൻ്റെ കയ്യിൽ ശ്രീകാന്ത് കൊടുത്തത്, ആ ഒരു പൈസയും കൊണ്ട് വന്നിട്ട് കൊടുക്കുകയായിരിക്കും കേട്ടോ. എന്നിട്ട് പറയും, അച്ഛൻ എനിക്ക് ഇട്ട വിലയുണ്ടല്ലോ, അതാണ് ഇത് 10 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിലും പറയായിരിക്കും, മോളെ അത് ഞാൻ അറിഞ്ഞിട്ട് ചെയ്ത കാര്യമല്ല, ശ്രീകാന്ത് തന്നെയാണ് ചെയ്തത്, എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ആണെങ്കിലും പറയുമായിരിക്കും കേട്ടോ, അതേ വേദ, അത് ശരിയാണ്, ഞാനാണ് ഒറ്റയ്ക്ക് ചെയ്തത്, ഞാനും വർഷയും കൂടി ചെയ്താണ്, അല്ലാതെ അച്ഛനത് അറിഞ്ഞിട്ടേ ഇല്ല മോളെ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ വേദയ്ക്കാണെങ്കിൽ സങ്കടം വന്നിട്ട് അച്ഛനടുത്ത്, സോറി അച്ഛാ, ഞാൻ അച്ഛനാണെന്ന് വിചാരിച്ചു പോയിട്ടാണ് അന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചത്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില്ല അച്ഛൻ്റെ തോളിൽ ഇങ്ങനെ കിടക്കുന്നൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ദർശൻ്റെ അമ്മയും അച്ഛനും കൂടി ഈ കാറിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന്. അപ്പോൾ അമ്മയാണെങ്കിലും പറയുന്നുണ്ട്, അവളെന്തായാലും തിരിച്ചു വന്നല്ലോ, ഇനിയിപ്പോൾ പഴയ പോലെ അങ്ങനെ കല്യാണമൊന്നും കഴിക്കാമെന്ന് വാക്ക് കൊടുക്കുകയൊന്നും വേണ്ട, നമുക്ക് ഒരുപാട് പൈസ കിട്ടിയേ മതിയാകൂ എന്നൊക്കെ ഇങ്ങനെ ഓരോരോ സംസാരങ്ങളായിരിക്കും. അപ്പോൾ ദർശനാണെങ്കിലും പറയായിരിക്കും, അവളിപ്പോൾ വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഈ ഒരു സംസാരം അവിടെ ചെന്നിട്ട് അങ്ങനെ സംസാരിക്കരുത് അമ്മേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കാർന്നാണെങ്കിലും പറയായിരിക്കേ. അപ്പോൾ അമ്മയാണെങ്കിലും, ഞാനൊന്നും പറയുന്നില്ല, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടൊരു പ്രശ്നമാവണ്ട, ഞാൻ ഒന്നും പറയുന്നേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അതേസമയം വിക്രമാണെങ്കിൽ ആ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു പാർട്ടി പ്രവർത്തകൻ കൊടുത്തത്, ആ ഒരു ഡോക്യുമെൻ്റ് കാണാതെ വീട് മൊത്തം പരിധി നടക്കുകയായിരിക്കും. അവസാനം നന്ദിനിയുടെ അലമാര വരെ തപ്പിയെടുക്കും, അവിടെ നിന്നാണെങ്കിൽ ഒന്നും കിട്ടുന്നുണ്ടാവില്ല, കുറേ പൈസയുടെ നോട്ടുകൾ താഴെ വീഴും കേട്ടോ. ഈ സമയം വിക്രമാണെങ്കിലും ചോദിക്കും, ഓ സേവിങ്സ് ആയിരിക്കും അല്ലേ, ഇവിടെ ഇത്രയും കഷ്ടപ്പാടുള്ള സമയത്ത് ഇങ്ങനെ സേവിങ്സും കൊണ്ട് ഇങ്ങനെ ഇരുന്നോ, ഈ നോട്ടുകൾക്ക് ഇനി ഒരു വിലയില്ലാത്തൊരു കാലം വരും, പൊഴുങ്ങി തിന്നോന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുമായിരിക്കും കേട്ടോ, ഒരു ഫയലും കിട്ടാതെ, ഉദ്ദേശിച്ച ഫയലൊന്നും കിട്ടുന്നുണ്ടാവില്ല. അത് കഴിഞ്ഞ് നന്ദിനി ആണെങ്കിലും ചോദിക്കുകയായിരിക്കും, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രയും കാശ് കിട്ടിയത്, അത് ഞാൻ ആ വള വിറ്റു. വള വിറ്റോ, നിങ്ങളോട് ആര് വിൽക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് പറയുമായിരിക്കും, ഇപ്പം എന്തായാലും വിക്രം പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ, ഈ പേപ്പറിന് ഒരു വിലയില്ലാത്തൊരു കാലം വരും, അപ്പം ഞാൻ ചെയ്തത് നല്ല കാര്യം തന്നെയല്ലേ, ഇപ്പോൾ തന്നെ ആ വിറ്റ് പൈസയാക്കിയത്, നമുക്ക് ആവശ്യങ്ങൾക്ക് എടുക്കാമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞ് അത് സെറ്റൊക്കെ ആയിരിക്കും കേട്ടോ. വിക്രമാണെങ്കിൽ വിക്രമിൻ്റെ റൂം മൊത്തം പരിധിയിട്ട് ആകെ നിരത്തിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും കിട്ടാതെ. ആ സമയം നന്ദിനി വന്നിട്ട് കാര്യം ഇങ്ങനെ പറയുമായിരിക്കും, അന്ന് വേദ ഒരു ഫയൽ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിക്രമാണെങ്കിലും പറയും, വേദത്തി എന്താണ് അപ്പോൾ ആദ്യം പറയാണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഓ ഞാൻ പറഞ്ഞ ഇനിയിപ്പോൾ വലിയ പ്രശ്നമൊന്നും ആവണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ പറയാഞ്ഞത് എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുമായിരിക്കും. അപ്പോൾ വിക്രമാണെങ്കിലും വിചാരിക്കുകയാണ്, ഇനിയിപ്പോൾ അവളെ വിളിച്ചു നോക്കല്ലാണ്ട് വേറെ വഴിയില്ല. അതേസമയം ദർശനും അമ്മയും അച്ഛനും എല്ലാവരും വേദയുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇവരെ കാണുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ആ വരൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെൽക്കം ചെയ്യലൊക്കെ ആയിരിക്കും. വർഷയാണെങ്കിൽ ആ അമ്മ അച്ഛ എന്നൊക്കെ പറഞ്ഞ് പോവുമായിരിക്കേ. എന്നിട്ട് പിന്നെ അവിടുന്ന് വേദയാണെങ്കിലും മുത്തശ്ശിയുടെ മടിയിൽ കിടക്കുകയായിരിക്കും, എഴുന്നേറ്റ് വരുന്നുണ്ടാവും. എന്നിട്ട് പിന്നെ വേദയെടുത്ത് ചോദിക്കുന്നുണ്ടാവും, ദർശൻ സുഖമല്ലേ വേദ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സുഖമാണ് എന്നൊക്കെ പറയും. അപ്പോൾ വർഷയാണെങ്കിലും പറയും, എല്ലാവരും ഒന്ന് മാറി നിന്ന് കൊടുക്കുക, അവർ സംസാരിച്ചോട്ടെ, അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും എന്നൊക്കെ പറയും.
പറയുമ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയും അതിൻ്റെ ആവശ്യമുണ്ടോ വർഷ എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയും അല്ല അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മാറിപ്പോകുമായിരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ വേദയാണെങ്കിലും പറയും ദർശൻ എനിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരു മാറ്റമില്ല, ഇപ്പോഴും ഞാൻ ആ പഴയ ആൾ തന്നെയാണ്. എനിക്ക് അച്ഛൻ്റെ ബർത്ത്ഡേ കൂടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് അനുഗ്രഹവും കിട്ടി, അത് തന്നെ വലിയ സന്തോഷമായി. ഞാൻ ഇപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഇവിടുന്ന് പോവും, ഇവിടെ സ്ഥിരമായി നിൽക്കാൻ വേണ്ടി വന്നതല്ല, ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് എന്നുള്ള രീതിക്കായിരിക്കും വേദയാണെങ്കിലും റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ദർശനാണെങ്കിലും ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ടാവും. ആ സമയമായിരിക്കും വിക്രമിൻ്റെ കോൾ വരുന്നത്. എന്നിട്ട് പിന്നെ വേദിയാണെങ്കിലും ദർശൻ്റെ അടുത്ത് ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് മോളിലേക്ക് ചെല്ലുമായിരിക്കേ. എന്നിട്ട് പിന്നെ ഫോൺ എടുത്ത് ഭയങ്കര സംസാരമായിരിക്കും. ഹലോ ആരാണ്, മനസ്സിലായില്ലല്ലോ ആരാണെന്നൊക്കെ പറയുമ്പോൾ വിക്രമനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് എടി നിന്നെ ഞാനുണ്ടല്ലോ, നീ എന്തിനാണ് ഇങ്ങനെ അറിയാത്ത പോലെ കാണിക്കുന്നത്, എൻ്റെ ഫയൽ എവിടെടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചൂടാവലായിരിക്കും. അപ്പോൾ വേദയാണെങ്കിലും പറയും ഏത് ഫയൽ, എന്ത് ഫയൽ, എനിക്കറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ചൂടാവലായിരിക്കും വിക്രമാണെങ്കിലും. എന്നിട്ട് പിന്നെ വേദ ഏത് ഫയൽ, എനിക്ക് മനസ്സിലായില്ലല്ലോ ഒന്ന് പറയൂ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ വിക്രമാണെങ്കിൽ നീ അറിയാത്ത പോലെ കാണിക്കണ്ട, നിനക്ക് മനസ്സിലായില്ല അല്ലടി, അന്ന് ഞാൻ ഒരു ഫയൽ എടുത്ത് വെക്കുന്നത് നീ കണ്ടതായിരുന്നില്ലേ, നീ അതെവിടെ വെച്ചു വേടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചൂടാവലായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ വേദയാണെങ്കിൽ ഓ ആ ഫയലോ, എനിക്ക് ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല, ചിലപ്പോൾ അവിടെ വന്നാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ. വിക്രമനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.